കൊച്ചിന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇന്ന് നമുക്കൊന്ന് കാണാം. ഉച്ചക്കത്തെ ഭക്ഷണം അവളുടെയാണ്. 1 മണിയാകുമ്പോൾ പപ്പ വരും കേട്ടോ. നേരത്തെ നമ്മൾ റെഡിയാക്കും. ഉണ്ടായിരിക്കണം. വേറെ റെഡിയാക്കിയോ? യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. കം ഓൺ ഗയ്സ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കുറേ കറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് കുറേ ടൈം പോകില്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ 2 ചെറിയ ഒരു മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ലാസ്റ്റത്തേക്ക് കുറച്ച് കാഷ്യൂ ആൻഡ് ഏയ് ഗൈസ് പപ്പ വന്നു. പപ്പ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഞങ്ങൾ ടൊമാറ്റോ റൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പപ്പ 1 മണിയാകുമ്പോൾ ടൊമാറ്റോ റൈസ് ആളാണ് ഇവിടെ. പിന്നെ നമുക്ക് ഗീ വേണം, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ടൊമാറ്റോ സോസ് വേണം, ഇത്ര സംഭവങ്ങളൊക്കെ വേണം. പിന്നെ മസാലയാണ്. മസാല ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത് ഈ ജീരകശാല റൈസാണ്. ഇത് ഓൾറെഡി നെയ്യ്, പിന്നെ ഗ്രാമ്പു, കറുവപ്പട്ട, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇത് വേവിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ പട്ടാണിക്കടല, ഗ്രീൻ പീസ്, അതും വേവിച്ചിട്ട് വെക്കണം കേട്ടോ. നമ്മൾ വേവിക്കാൻ പോകുന്നേ ഉള്ളൂ. കാണിച്ചാൽ നമുക്ക് ആ ഒരു കുക്കറേ ഉള്ളൂ. എൻ്റെ കൊച്ച ഒരു കുക്കറല്ല, ഒരു ചെറിയ കുക്കറും വേറെ കുക്കറും കൂടെ ഉണ്ട്. നമുക്ക് കുറേ കുക്കറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, മമ്മി എല്ലാം ഇടയ്ക്കിടയ്ക്ക് കരിയിച്ച് ഓർമ്മയില്ല ഗായ്സ്. അത് വെച്ചിട്ട് ഞാനങ്ങ് പോകും. അതെ, മമ്മി പിന്നെ എന്നെ ചെയ്യുന്നത് തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാം പുകയാവും. അതെ, മൊത്തം മമ്മി ഇടയ്ക്കിടയ്ക്ക് കുക്കർ ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മമ്മി. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് ആ ഒരു കുക്കറേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. കുറച്ച് നെയ്യ് ഒഴിക്കുക ഇതിൻ്റെ അകത്തേക്ക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഗൈസ്, നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഉണ്ട് കേട്ടോ. പച്ചമുളകും കൂടെ മിസ്സായി പോയി. പച്ചമുളകും കൂടെ നിങ്ങൾ ഇടണം. ഓക്കെ, ഇത് നമുക്ക് ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് സവാള ഇടാം. നമുക്ക് സവാള വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ബിരിയാണി അല്ല, ടൊമാറ്റോ റൈസ്. ചെറിയ ടൊമാറ്റോ റൈസ്, റിച്ച് ടൊമാറ്റോ റൈസ്. റിച്ച് ഇങ്ങനെ കാണിക്ക്. നമ്മുടെ സവാള വഴണ്ടി, അത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി. എനിക്ക് ഈ പൊടികളുടെ കണക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു അളവിനാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അളവിനും കിട്ടും. കുറച്ച് മുളക് പൊടി നമുക്കൊരു 2 സ്പൂൺ. ഇനി കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല. ശരിക്കും ഇതിൻ്റെ അകത്ത് ബിരിയാണി മസാലയും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ വരെ ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് മേടിച്ചില്ല. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ മൂത്തു. ഒക്കെ ശരിയാക്കി തരാം. കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായിട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി ഒന്ന് വേവുന്ന വരെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. മല്ലിയില ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇത്ര ഇടണ്ടാത്തവർക്ക് ഇടണ്ട. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ പീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഇത് നാടൻ മല്ലിയല്ലേ, ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. ഇതിനാകുമ്പോൾ ഒരു വിഷമില്ല. ഞാനിവിടെ എല്ലാ കറികളിലും ഉണ്ടാവും. ഞാൻ ഈ മല്ലിയുള്ള ആരും ഓർത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കൂലായിരുന്നു. ചട്ടിക്കകത്ത് ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഒരു ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ മല്ലിയല്ല. നല്ല മല്ലിയല്ല. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ പീസ് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. അയ്യോ, ഇത് പിഴിയാൻ പറ്റുന്നില്ലല്ലോ അമ്മ. നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ്, പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം, പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാവേ. വളരെ കുറച്ച് മതി, ഇത്രയും വേണ്ട. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പം ടൊമാറ്റോൻ്റെ സോസ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം മൂടി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കാഷ്യൂ, നമ്മുടെ മുന്തിരിയൊക്കെ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ.
ഫുള്ള് വെള്ളം പറ്റണ്ട, കാരണം നമുക്ക് റൈസ് ഇടുമ്പം കുറച്ച് വെള്ളം വേണം, എന്നാലേ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം, കാരണം റൈസ് ഓൾറെഡി നമുക്ക് ഉപ്പുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ഉപ്പ് മാത്രം മതി കേട്ടോ. നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് അതിൻ്റെ അകത്തേക്ക് ഇടാവേ. എങ്ങനെ വിടുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കാം, മമ്മി തോണ്ടിട്ടോ. കട്ട പിടിച്ചോ? അയ്യോ, കുറച്ച് കട്ട പിടിച്ചു. കുഴപ്പമില്ല, നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി വെന്ത് പോയിട്ടാണോ മേ? നമ്മൾ പാത്രത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ അകത്ത് അമങ്ങിയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് വെന്ത് പോയത്. അല്ല സോറി, കട്ട പിടിച്ചത്. അത് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് അങ്ങ് ഇളക്കിയാൽ മതി. നല്ല ടൊമാറ്റോ റൈസിൻ്റെ മണം വരുന്നുണ്ട്, നല്ല പൊരിച്ച കോയിൻ്റെ മണം. യെസ്, നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചുമ്മാ നോക്കാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് അറിയില്ല, ഇത് ഭയങ്കര ടേസ്റ്റാണ്. പുളിയല്ലേ? എന്ത് ചെയ്യാനാ, ഞാൻ ഭയങ്കര കുക്കായി പോയി ഗൈസ്. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അയ്യോ അടി പിടിക്കുന്നുണ്ടോ, എല്ലാം കൂടെ എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് സെറ്റായി കൊടുക്കാം. തീ ഓഫാക്കിയേക്കാം, ഇല്ലെങ്കിൽ പടി പിടിക്കും. സെറ്റ്. അപ്പോൾ ഇവിടെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി പാത്രം കഴുകുന്ന പരിപാടിയൊക്കെ ഞാൻ മമ്മീനെ ഏൽപ്പിച്ചേക്കും കേട്ടോ. അമ്മേ കഴുകൂലേ? കഴുകൂലേ? അതിൽ ഞാൻ പെട്ടു ഗൈസ്. നമുക്ക് ചർലാസിലേക്ക് ആവശ്യമായ പുളി കുറഞ്ഞ തൈര് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇതാണ് നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ സൈഡ് ഡിഷ്. ഫസ്റ്റത്തെ ടെസ്റ്റർ. സൂപ്പർ, ശരിക്കും സൂപ്പറാണ്. സാലഡ് ഇച്ചിരിട്ട് നന്നായിട്ട് കുഴച്ച് തിന്ന്, എന്നാലും അതിന്റെ ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അല്ലയാ സത്യമായിട്ട് വേറെ ഒരു ആവറേജ് ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ച് വന്ന ആളിയാണ്. ചിക്കൻ ഇല്ലാതെ വെജിറ്റബിൾ റൈസ് കൊടുത്ത് കൊള്ളാം കേട്ടോ. അതെന്താ അറിയാവോ, ഇതിങ്ങനെ കഴിക്കും തോറാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. ടേസ്റ്റ് കൂടി ഇപ്പത്തെ നമുക്ക് തോന്നും ആവറേജ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അല്ലേടേ? ഇപ്പൊ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം, മോശമൊന്നുമല്ല കാശ്, അടിപൊളി സാധനം. ഈ ചേട്ടയ്ക്ക് പ്രാന്ത്. അതാണ് എക്സ്പെക്ടേഷൻ. നല്ല കൊച്ചിങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ മമ്മി എസ്കേപ്പ് ചെയ്യാം അടുക്കളയിൽ നിന്ന് ഇടയ്ക്ക്.